ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് വേണ്ടി പ്രിയങ്കയെ പോലുള്ള ആർട്ടിസ്റ്റുകളെടുത്ത് അവർ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, പക്ഷേ ഇപ്പം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്യൂ, പുരുഷന്മാർക്ക് അതാണ് ആവശ്യമെന്ന്. ഒരു പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല സ്ത്രീകൾ സ്ട്രെസ് ചെയ്യുന്നത്. ഈ വനിതാ ദിനത്തിൽ ഇന്ന് തന്നെ എല്ലാവരും ഇത് കേൾക്കുന്ന ഏതൊരു പെൺകുട്ടി ഒരു തീരുമാനം എടുക്കുക, കാശ് മോഹിച്ച് അല്ലെങ്കിൽ കാശ് ചോദിച്ചു വരുന്ന ഒരു പുരുഷനും വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊരു തീരുമാനം. ഞാനൊരാണാണ്, ആ വാക്കുകളിലുണ്ട്. അതേപോലെ നീ വെറും പെണ്ണാണ്, ആ വാക്കിലുമുണ്ട്. ചില പുരുഷന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം ഞാൻ അവളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് റോങ് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമസ്കാരം. ഇന്ന് വനിതാ ദിനം, മാർച്ച് 8, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. വനിതാ ദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ വനിതകൾക്ക് എന്തിനാണ് ഇത്ര പ്രാധാന്യം, വനിതകൾക്ക് വേണ്ടി എന്തിനാണ് നിയമം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. എന്തുകൊണ്ട് വനിതകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ദിനം, അല്ലെങ്കിൽ സംവരണം, അല്ലെങ്കിൽ ഈ വനിതകൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങൾ എന്തുകൊണ്ട് വന്നു? പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും ഒരു ജന്തു അല്ല, മനുഷ്യനാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, അവൾക്ക് അവളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അതൊരിക്കലും പുരുഷൻ്റെ കീഴിലല്ല, പുരുഷന് ഭരിക്കപ്പെടേണ്ടവളല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും വനിതാ ദിനവും അല്ലെങ്കിൽ വനിതകൾക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതിന് നോക്കുകയാണെങ്കിൽ ഫൈറ്റ് നടക്കുമല്ലോ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുരുഷന് വേണ്ടിയിട്ട് ഒരു ആൾക്കാർ, കുറച്ച് ഫെമിനിസം പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ, ഇവരെപ്പോഴും ഫൈറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് വരുന്നത്? എവിടെയോ വന്ന് സ്ത്രീകളെ തരം താഴ്ത്തി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ വെറും ഒരു ജന്തുവായിട്ട്, അല്ലെങ്കിൽ പുരുഷന് വേണ്ടി നിൽക്കുന്ന ഏതോ ഒരു അവസരങ്ങളൊക്കെ നിഷേധിച്ചു, വെറും പെണ്ണാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടോ, ആണെന്ന് പറയുമ്പോൾ ഞാനൊരാണാണ്, ആ വാക്കുകളിലുണ്ട്. അതേപോലെ നീ വെറും പെണ്ണാണ്, ആ വാക്കിലുമുണ്ട്. നമുക്കൊരു അസമത്വം ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം എന്നെ കാണാൻ വരുന്ന ചില പുരുഷന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം ഞാൻ അവളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് റോങ് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പുരുഷന് അവളുടെ മേലൊരു ആധിപത്യമുണ്ട്, പക്ഷെ അവളത് ചെയ്യുന്നില്ല എന്നുള്ളത് പോലെ. മിക്കപ്പോഴും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ നിസ്സാരമെന്ന് കാണുന്ന പല കാര്യങ്ങളും അസമത്വമാണ്, അല്ലെങ്കിൽ ഒരു വയലൻസാണ് സോഷ്യലി നിലനിൽക്കുന്ന. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നടിയുണ്ടല്ലോ പ്രിയങ്ക, പറയേണ്ടെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചത്, പക്ഷെ അത് കൂടിക്കൂടി വരുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുകളാണ്, പക്ഷെ അതിന് താഴെ വരുന്ന കമൻ്റ് എല്ലാം സ്ത്രീയെ ബാക്കിലോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കുന്ന എന്താ പറയുക, സ്ത്രീ ഇത്രത്തോളം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവർ ഓരോ പ്രാവശ്യം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതുപോലെ, അതായത് സിന്ദൂരവും താലിമാലയുമാണ് ഏറ്റവും വലിയ സ്ത്രീയുടെ വിജയം, അല്ലെങ്കിൽ അതാണ് എന്ന് പറയുന്ന കുറച്ച് സെലിബ്രിറ്റികളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾക്കായിക്കോളൂ, പക്ഷേ എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും അതുമാത്രമല്ല അവരുടെ വിജയം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കരിയറിന് ഫോക്കസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്, പറക്കാൻ ചിറകുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്ന പെൺകുട്ടികളുടെ അടുത്ത് പറയും, നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയങ്ക ചോപ്ര പോലുള്ള അങ്ങനെ അത്രയും സെലിബ്രിറ്റീസ് നല്ല രീതിയിൽ സംസാരിക്കുന്ന, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന, അവർ പറയുന്നുണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഒരു ട്രസ്റ്റ്, വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റില്ല, ഇറ്റ്സ് എ റെക്കഗ്നേഷൻ ഓഫ് സെറിബ്രൽ ഇക്വാലിറ്റി. അതായത് ഭൗതിക സമത്വം എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള സെലിബ്രിറ്റി, നിങ്ങളിപ്പോൾ സെലിബ്രിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളകളെ വിളിക്കുന്ന പോലെ മാക്രി എന്ന് കണ്ട് വിളിക്കണ കേൾക്കാതെ ദയവ് ചെയ്ത് അത്രമാത്രം എന്താ പറയുക, ഒരുപാട് സ്ത്രീ സമത്വത്തെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ സ്ത്രീ എന്താണ്, അവളുടെ പവർ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന സെലിബ്രിറ്റിയുടെ വാക്കുകൾ കേൾക്കും. ഞാൻ എന്തായാലും ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് കുറച്ച് നിയമങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നു. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അത് പൂർണ്ണമായി അത് നിന്നേ പറ്റുള്ളൂ. ഡവറി എന്ന് പറയുന്നത് കല്യാണ സമയത്ത് പുരുഷന് കൊടുക്കുന്ന കാശാവാം, സ്വത്താവാം, സ്വർണ്ണമാവാം, എന്ത് തന്നെയാണ് പുരുഷന് നൽകുന്നതെല്ലാം തെറ്റാണ്, ഇല്ലീഗലാണ്. നമുക്ക് എന്തെങ്കിലും ഗോൾഡ് വീട്ടുകാർ തരുവാണെങ്കിൽ അത് നമ്മളുടെ തന്നെ സ്വത്താണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഈ വനിതാ ദിനത്തിൽ ഇന്ന് തന്നെ എല്ലാവരും ഇത് കേൾക്കുന്ന ഏതൊരു പെൺകുട്ടി ഒരു തീരുമാനം എടുക്കുക, കാശ് മോഹിച്ച് അല്ലെങ്കിൽ കാശ് ചോദിച്ചു വരുന്ന ഒരു പുരുഷനും വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊരു തീരുമാനം. അവരാവശ്യപ്പെടുന്നത് കാശാണ്, നിങ്ങളെ അല്ല. ആ ഒരു ബോധ്യം വേണം. നിങ്ങൾക്ക് വിവാഹബന്ധം നിശ്ചയം നടന്നു, പിന്നീടാണ് ഇവർ കാശ് ചോദിക്കണമെങ്കിൽ പോലും ആ നിമിഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാം.
ഡിവോഴ്സിനേക്കാൾ എത്രയോ ബെറ്റർ അതിന് മുന്നേ അതിൽ നിന്ന് പിന്മാറുന്നത്. അതേപോലെ അതിൽ നിന്ന് പിന്മാറുക. അതേപോലെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമുള്ള റൈറ്റ് എന്നുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നിയമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെസിഡൻഷ്യൽ ഓർഡർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷ് ആക്ട്. ഒരു സ്ത്രീ അവൾക്ക് എല്ലാ രീതിയിലും വർക്ക് പ്ലേസ്മെൻറ്റിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോഷ് ആക്ട് എന്ന് പറയുന്നത്. ആ നിയമം ഒരു മിനിമം കുറച്ച് സ്ത്രീകൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോഴേക്കും ഒരുപാട് പേര് കരയാൻ തുടങ്ങി, അയ്യോ സ്ത്രീ ചൂഷണം ചെയ്യുന്ന, സ്ത്രീ വന്നിട്ട് നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് എല്ലാത്തിലും രണ്ട് നാണയങ്ങളുള്ളതുപോലെ നമുക്ക് ഇതിലും ഉണ്ടാവാമായിരിക്കാം. പക്ഷേ ഒരിക്കലും സ്വാഭാവികമായിട്ട് നമ്മൾ നോർമലൈസ് ചെയ്ത് എല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞ് അയ്യോ സ്ത്രീ എപ്പോഴും ഇങ്ങനെ കള്ളം പറയുന്നല്ല. സ്ത്രീ അവൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ബസ്സില്ല, പൊതുസ്ഥലത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഒരു സ്ത്രീ ഇതുവരെ എത്തുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ ഫൈറ്റ് ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ അവളുടെ സഹനത്തിൻ്റെയും കരുണയുടെയും വലുത് ഒരുപാട് കാര്യങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് സ്ത്രീകൾക്കാർക്കും കരുണയും വേണ്ട, സഹതാവും വേണ്ട. നമ്മൾ ജീവിക്കാനുള്ള മിനിമം അവകാശങ്ങൾ, ഒരു മിനിമം ആയിട്ടുള്ള മിനിമം റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് മാത്രം സ്ത്രീകൾക്ക് നൽകിയാൽ മതി, അല്ലാതെ ആരുടെയും അവകാശമില്ല. അതേപോലെ ഞാനിപ്പോൾ പറയുന്ന പോലെ വുമൺ എംപവർമെൻറ്റ് ഈസ് നോട്ട് എ ചാരിറ്റി, ഇറ്റ് ഈസ് എ റെക്കഗ്നേഷൻ ഓഫ് സെറിബ്രൽ ഇക്വാലിറ്റി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു സമത്വം വേണം, സ്ത്രീക്കും കഴിയും. സ്ത്രീ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ടതല്ല എന്നുള്ളത്. ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് വേണ്ടി പ്രിയങ്കയെ പോലുള്ള ആർട്ടിസ്റ്റുകളെടുത്ത്, അവർ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റൈറ്റ് അല്ലെങ്കിൽ അന്ന് വിചാരിച്ചിട്ട് അത് നമ്മളിപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്യൂ, പുരുഷന്മാർക്ക് അതാണ് ആവശ്യമെന്ന്. ഒരു പുരുഷനെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല സ്ത്രീകൾ സ്ട്രെസ് ചെയ്യുന്നത്. അവരവർ ഇപ്പം ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിലാണ്. ഇതിപ്പോൾ എത്ര പെൺകുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. സ്ത്രീകൾ ഡ്രസ്സ് ചെയ്യുന്നത് ഒരിക്കലും പുരുഷന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു പാവം ഒരു അമ്മയാണ് നോക്കിക്കൊള്ളണമെന്ന്. എന്തുകൊണ്ടാണ് പുരുഷനോട് പറയുന്നില്ല? അവളുടെ ഉത്തരവാദിത്വം അല്ല അമ്മയെ നോക്കേണ്ടത്, അല്ല അത് ആ മകൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിയുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തെറ്റാണ്. അതേപോലെ നിങ്ങൾക്ക് ആ അമ്മയുടെ അടുത്ത് തന്നെ പറയാം, ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി വന്നത് വേറൊരു വീട്ടിൽ ജനിച്ച് വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഈ വീടുമായിട്ട് മേർജ് ചെയ്ത് വരാൻ സമയമെടുക്കും. അവളെ നിങ്ങളെ മോളെപ്പോലെ അക്സെപ്റ്റ് ചെയ്യൂ. കാരണം നിങ്ങൾക്ക് ഒരു പുരുഷൻ്റെ വീട്ടിലോ അല്ലെ പുരുഷനോ ഒരു മാറ്റങ്ങളും വിവാഹത്തോടുകൂടെ സംഭവിക്കുന്നില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവിടെയുണ്ട്, അവൻ്റെ എല്ലാ ആൾക്കാരും അവിടെയുണ്ട്, വീടും അവൻ്റേതാണ്. ഒരു പെൺകുട്ടിയാണ് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് അവളെ അച്ഛനും അമ്മയും എല്ലാം കളഞ്ഞ് അവളെ വീടും കളഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ളവർക്കാണ്, അല്ലാതെ കയറി വന്ന പെൺകുട്ടിയെടുത്ത് അയ്യോ ഇതൊരു പാവം അമ്മയാണ്, അമ്മയെ നോക്കിക്കൊള്ളണേന്ന് പറയേണ്ട. അതൊക്കെ വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും. സെലിബ്രിറ്റീസ് പറയുന്നതെല്ലാം വേദവാക്യങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പുരുഷ സമൂഹത്തോട് പറയാനുള്ളത് അതിൻ്റെ കാലം കഴിഞ്ഞു. പെൺകുട്ടികൾ ഒരുപാട് മാറിക്കഴിഞ്ഞു, അവരുടെ ചിന്തകളെല്ലാം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കുട്ടികൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് വെച്ചാൽ ഇമ്മാതിരിയുള്ള അവരുടെ തോട്ടും പ്രോസസ്സുമാണ്. എന്നാലും ഇന്നത്തെ വനിതാ ദിനത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നല്ലൊരു ആശംസ തരുന്നു. അതായത് ഫൈറ്റ് ചെയ്ത് അവരുടേതായിട്ട് നില ഉറപ്പിച്ച എല്ലാ സ്ത്രീകൾക്കും, അതേപോലെ തന്നെ ഇനി നമ്മുടെ പിറകെ വരുന്ന പെൺകുട്ടികൾക്കും ഒരുപാട് നേടാനുണ്ട്. അവർക്കും എൻ്റെ വനിതാ ദിന ആശംസ നൽകുന്നു. അതേപോലെ തന്നെ കൂട്ടിലകപ്പെട്ടു പോയ അല്ലെങ്കിൽ ചിറകുകൾ അരിഞ്ഞ് കെട്ടിയിട്ട് അകപ്പെട്ടു പോയ സ്ത്രീകൾക്കും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടേതായിട്ടുള്ള ജീവിതം മാക്സിമം ലെവലിൽ ആസ്വദിച്ച് പറക്കാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. നമസ്കാരം.